അവസാനം കോടതി അതിനും കഴുത്തിന് പിടിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനാണ്? അയ്യപ്പനെ ലോകത്തിൽ അറിയിക്കുക എന്നുള്ളതായിരുന്നില്ല. അതായത് പിണറായി വിജയൻ അങ്ങനെ ഇരിക്കുമ്പം ചില അമ്മാവന്മാർ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് രാവിലെ ചായ കുടിക്കണമെന്ന് തോന്നും, പിന്നെ കാപ്പി കുടിക്കണമെന്ന് തോന്നും, ഒരു കരിക്ക് കുടിക്കണമെന്ന് തോന്നും, ഇങ്ങനെ ഓരോ സാധനങ്ങൾ കഴിക്കണമെന്ന് തോന്നും. ചിലർക്കാണെങ്കിൽ വായിക്കണമെന്ന് തോന്നും, ചിലർക്ക് സിനിമ കാണണമെന്ന് തോന്നും, ചിലർക്ക് മൊബൈൽ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള വളരെ മനോഹരമായ ഒരു ഹാബിറ്റുള്ള ആളാണ് ഈ മാനിയ എന്ന് പറഞ്ഞ മാനിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ഈ പിണറായി വിജയൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വേണമെന്ന് തോന്നും. അപ്പോൾ ആരെങ്കിലും വന്ന് പുള്ളിയോട് കിട്ടുന്നൊരു കാര്യം പറഞ്ഞാൽ ഉടൻ ചാടി വീഴും. അത് വോട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ പിന്നെ പുള്ളി രണ്ടാമതൊന്നും ആലോചിക്കില്ല, ഉടനെ പിടികൊടുക്കും. അങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ പ്രീണിപ്പിച്ച് ഇനിയൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹിന്ദുക്കളെങ്കിൽ കയ്യിലെടുക്കാം എന്ന് വിചാരിച്ചിട്ട് അയ്യപ്പനെ കയറി പിടിച്ചു. ഉടനെ വാസവൻ വരുന്നു, പ്രശാന്ത് വരുന്നു, പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അയ്യപ്പ സംഗമം വയ്ക്കുന്നു, ആഗോള അയ്യപ്പ സംഗമം വയ്ക്കുന്നു. ഭയങ്കര പരിപാടിയാണ്. മൂന്നാറിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നു, ഹോട്ടലിൽ കുമരകത്ത് ബുക്ക് ചെയ്യുന്നു. അവിടെ വേണ്ട പുക. 600 പേരാണ് പങ്കെടുത്തത്. 3000 പേരെ ബില്ലെഴുതുന്നു. 8 ലക്ഷം പേർക്ക് നന്ദഗോപൻ്റെ ഭജനം വയ്ക്കുന്നു. ഭജന വന്നില്ല, അയാൾ അവിടെ വന്നു, ആ ഏരിയ പോലും വന്നില്ല അദ്ദേഹത്തിന്. കട്ടിൽ വാങ്ങിക്കുന്നു, പിന്നെ വേണ്ട ബഹളം തന്നെ. ഫർണിച്ചർ വാങ്ങിക്കുന്നു. 600 പേര് ഭക്ഷണം കഴിച്ചതിന് 3000 പേരുടെ ബില്ലെഴുതുന്നു. എല്ലാം കൂടി 7-8 കോടി രൂപ അങ്ങ് പൊടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ പാടെ 4 കോടി രൂപ കയ്യിലുള്ളൂ. 5 പൈസ അവിടെ നിന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. 2 കോടി രൂപ ഇനി ധനലക്ഷ്മി ബാങ്ക് കൊടുത്തു, 1 കോടി രൂപ കേരള ബാങ്ക് കൊടുത്തു വാസവൻ്റെ, പിന്നെ അപ്പോൾ 3 കോടി, 1 കോടി രൂപ അദാനി കൊടുക്കുമെന്ന് പറഞ്ഞു. അദാനി കൊടുത്തില്ല. എന്നാലും 4 കോടിക്ക് കളി നടക്കത്തുള്ളൂ. എവിടെ നിന്നാണ് 8 കോടിക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നത്? അങ്ങനെ പൈസ കൊടുക്കാതെ ആകെ നാശക്കോട്ടയായി. ഓഡിറ്റുകാർ ബഹളം ഉണ്ടാക്കി, ഓഡിറ്റുകാർ ഇതെല്ലാം കൂടി കണ്ടുപിടിച്ചതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞു. അങ്ങനെ പുകയായി. അപ്പോൾ ഓഡിറ്റുകാർക്ക് ഈ വിശേഷങ്ങളെല്ലാം കൊടുക്കാത്തതുകൊണ്ടാണ് ബില്ലും GST ബില്ലും എല്ലാ സമയത്ത് സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറ്റിപ്പോയതെന്ന് പറഞ്ഞ് കെ ജയകുമാർ IAS അവർ തടിയൂരി. എന്തായാലും പിന്നെ അദ്ദേഹം ഒരു സാത്വികനായതുകൊണ്ട്, മുൻ ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് പത്രക്കാർ അദ്ദേഹത്തെ അങ്ങനെ കൊല്ലാറില്ല. ഇങ്ങനെ ഒരു മയത്തിലൊക്കെ സംസാരിക്കാറുള്ളൂ. അവരുമായിട്ടൊക്കെ നല്ല ടേംസിലുമാണ്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി കൊങ്ങയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ ഓഡിറ്റും ഒന്നും ചെയ്യണ്ട, എല്ലാം ഞങ്ങൾ ചെയ്തോളാം, ഇങ്ങ് കൊണ്ടുവന്നാൽ മതി, മുഴുവൻ ഇങ്ങ് എടുത്തോളൂ, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളൊരു ഓഡിറ്റ് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് കോടതി എല്ലാം കൂടെ വാങ്ങിച്ചിരിക്കണം. ഇനി കോടതി ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് നല്ല രസം ഉള്ളത്. ഇനി ട്രിപ്പിൾ എസോ അങ്ങനെ ഏതൊരു സംഘടനയാണ്, അങ്ങനെ ഏതൊരു സംഘടനയാണ്, അതായത് ഊരാളങ്കൽ ലേബർ സൊസൈറ്റിയുടെ ഒരു സബ് സൊസൈറ്റി ആയ അല്ലെങ്കിൽ സബ് കോൺട്രാക്റ്റിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയാണ് ഇതൊക്കെ കൊട്ടേഷൻ എടുത്തത്. എന്തായാലും ഹൈക്കോടതി വിളിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി കംപ്ലീറ്റ് കേസും ഹൈക്കോടതി നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഹൈക്കോടതി നേതൃത്വത്തിലായിരിക്കും ഓഡിറ്റ് നടക്കുന്നത്. ഇനി അവരിനി എന്തൊക്കെ കണ്ടുപിടിക്കുന്നു എന്നറിയാൻ വയ്യ. കാര്യം സകല സാധനവും ഇതിൻ്റെ പേരിൽ വാങ്ങിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും കോടതി പിടിക്കട്ടെ, കോടതി പിടിച്ച് ഈ കാര്യങ്ങളിലൊരു തീരുമാനമാവട്ടെ. മറ്റതിൻ്റെ എങ്ങോട്ട് പോയെന്നൊരു പുക, അതെങ്ങോട്ട് പോയെന്നൊരു പിടിയുമില്ല. അതിപ്പോൾ മാർച്ച് മാസത്തിൽ ഏതോ ഒരു ദിവസത്തിൽ ഇത് കൊടുക്കുമെന്നൊക്കെ പറയുന്നു, കുറ്റപത്രം കൊടുക്കുമെന്നൊക്കെ പറയുന്നു. എല്ലാ ചേട്ടന്മാരും 90 ദിവസമായപ്പോൾ ഇറങ്ങിപ്പോയി. ചാനലുകളും ഇപ്പോൾ അതിനകത്തൊന്നും തൊടുന്നില്ല. അവരിപ്പോൾ ഈ യുദ്ധവും ഇലക്ഷനും ഒക്കെ ആയിട്ട് ചാനലുകളും ഇതെല്ലാം മറന്നു, സകല ആളുകളും മറന്ന്. അങ്ങനെ അയ്യപ്പന് മാത്രമേ അത് ഓർമ്മയുണ്ട്. ഇനി അയ്യപ്പൻ തന്നെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്താലേ അതിനകത്തൊരു സത്യസന്ധത തെളിയാൻ സാധ്യതയുള്ളൂ. എന്തായാലും വളരെ മനോഹരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതിയാണ്. അവർ ഓഡിറ്റ് ചെയ്യട്ടെ. അവർ ഓഡിറ്റ് ചെയ്യുമ്പോൾ ശരി തെറ്റുകളൊക്കെ പുറത്തു വരും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിന് എത്ര രൂപയാണ് ഓരോരുത്തർക്ക് വേണ്ടി എഴുതിയെടുത്തതെന്ന്. എന്തായാലും വലിയൊരു തുക, 4 കോടിക്ക് പരിപാടി നടത്തി 8 കോടിക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നത് ശബരിമല മാത്രമേ നടക്കുകയുള്ളൂ. എന്തൊരു 200% എഴുതിയെടുത്തിരിക്കുന്നത്. അപ്പോൾ തൊട്ടതെല്ലാം പൊന്നെന്ന് പറഞ്ഞതുപോലെ തൊട്ടതെല്ലാം കക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ശബരിമല വന്നിരിക്കുന്നത്. അവിടുത്തെ കൊടിമരം കട്ടു, അതുപോലെ തന്നെ വാജിവാഹനം എടുത്തുകൊണ്ട് പോയി, ഓരോ സാധനമായിട്ട് അവിടുത്തെ കട്ടളപ്പടി എടുത്തുകൊണ്ട് പോയി, വാതിൽപ്പടി എടുത്തുകൊണ്ട് പോയി, ദ്വാരപാല വിഗ്രഹം എടുത്തുകൊണ്ട് പോയി, അഷ്ടപാല വിഗ്രഹം എടുത്തുകൊണ്ട് പോയി, ഇങ്ങനെ ഓരോന്നായിട്ട് പിന്നെ കുറച്ച് പേര് കിണ്ടി കൊണ്ടുപോയി, പാത്രം കൊണ്ടുപോയി, മുന്ത കൊണ്ടുപോയി. കിട്ടുന്നതെല്ലാം ഓരോരുത്തരും തീ പിടിച്ചപ്പോൾ വാഴ വെട്ടിയതുപോലെ ഓരോരുത്തരും ഓരോ സാധനം എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ എന്തായാലും ഒരു അന്വേഷണത്തിന് വച്ചിരിക്കുകയാണ്. ഹൈക്കോടതി അന്വേഷണം വച്ചിരിക്കുന്നു. അത് വരട്ടെ. ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്നുള്ളത് വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.